മാർക്ക് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യരുത് കേട്ടോ. ഇപ്പൊ ഈ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് കൂടുതലും നിങ്ങളിപ്പോ കമ്പ്യൂട്ടർ ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ബയോളജി സയൻസ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, ഏതൊരു കോഴ്സ് ആണെന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച സബ്ജക്ട് എടുത്തിട്ട് അവർ ആ കോഴ്സിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് നമുക്കിടയിലുണ്ട്. സോ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സ്കിപ്പ് ചെയ്യാതെ കാണാൻ. നിങ്ങൾക്ക് ടോട്ടലി ഇത് നിങ്ങൾക്ക് വർത്ത് ആയിരിക്കും. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ EBS എഡ്യൂക്കേഷൻ. ഇന്ന് ഒരുപാട് സ്റ്റുഡൻസിൽ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ബയോളജി സയൻസ് സ്ട്രീം എടുത്ത ഒരു കുട്ടിക്ക് ബയോളജിക്കാണ് കൂടുതൽ മാർക്ക് എന്നുണ്ടെങ്കിൽ ആ കുട്ടി പിന്നെ ഫോക്കസ് ചെയ്ത് പോകുന്നത് ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും. മേ ബി ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഇത് ആയിരിക്കത്തില്ല മെഡിക്കൽ ഫീൽഡിൽ വേറെ ഏതെങ്കിലും, അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സോ, അല്ലെങ്കിൽ ഇപ്പം ആ കുട്ടിക്ക് തിരിഞ്ഞ് എഞ്ചിനീയറിംഗിലേക്ക് പോകാനായിരിക്കും ആഗ്രഹം. എന്നാലും മാർക്ക് എനിക്ക് ബയോളജിക്ക് ആണല്ലോ കൂടുതൽ എന്ന് കരുതി പോകുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ ഞാനിന്ന് കാണാറുണ്ട്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് ചൂസ് ചെയ്ത് വേണം നിങ്ങൾ പോവാനായിട്ട്. മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ എക്സാം, നിങ്ങൾ അറ്റൻഡ് ചെയ്ത എക്സാം, അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത പരീക്ഷയിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്തു എന്നത് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ് മാർക്ക്. ഓഫ് കോഴ്സ് നമുക്ക് അഡ്മിഷൻ പ്രോസസ്സിന് നമുക്ക് മാർക്ക് ഒരു ഘടകമാണ്. എന്നാൽ പോലും മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്മുടെ പെർഫോമൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു നമുക്ക് ഇന്ന സബ്ജക്റ്റിന് മാർക്ക് കൂടുതൽ കിട്ടി എന്ന് കരുതിയിട്ട് നമ്മൾ അത് ഫോക്കസ് ചെയ്ത് പോകണം എന്നുള്ളത് അത്ര നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നമ്മളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് വേണം ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. നമ്മളിപ്പോ +2 ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഒരു സബ്ജക്ട് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു സബ്ജക്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സബ്ജക്റ്റിലുള്ള മാർക്ക് കാണരുത്. നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് എനിക്ക് ഇന്ന ഫീൽഡ്, ഇപ്പൊ ഞാൻ ബയോളജി സയൻസ് എടുത്തു പോയതുകൊണ്ട് ഞാൻ എല്ലാം മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡ് പോകണം എന്നുള്ളതോ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡ് പോയ ബാക്കി ആൾക്കാർ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ത് ചിന്തിക്കുന്നുള്ള കാര്യം നിങ്ങൾ അത് ആലോചിക്കേണ്ട. നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് അറ്റ് ദ എൻഡ് നിങ്ങളാണ് ഈ ഒരു കോഴ്സ് പഠിക്കേണ്ടതും നിങ്ങളാണ് ഇതിൽ ഇൻട്രസ്റ്റ് കാണിച്ച് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യേണ്ടതും ആയിട്ടുള്ളത്. ഇനി ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പം നമ്മൾ വേറൊരു രീതി കാണുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ +2 കഴിഞ്ഞിട്ട് ബയോളജി സയൻസ് എടുത്തപ്പോൾ ഞാൻ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് തന്നെ പോകണം എന്ന് കരുതി പോയിട്ട് അറ്റ് ലാസ്റ്റ് ആ കുട്ടിക്ക് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റാതെ വേറെ സെപ്പറേറ്റ് ആഡ് ഓൺ കോഴ്സ് പോലെ എടുത്ത് പഠിച്ചിട്ട് പല സ്റ്റുഡൻസ് IT മേഖലയിലോട്ട് തിരിഞ്ഞു പോകുന്നത് നമുക്കിടയിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരാതെ നമ്മൾക്ക് കിട്ടുന്ന മാർക്ക്, ഇപ്പം മാർക്ക് എന്ന് പറയുന്നത് നമുക്കിപ്പോ ജസ്റ്റ് ആ ഒരു നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സ് അതിപ്പോ ഏതാണെന്നുണ്ടെങ്കിലും അതിന് ജസ്റ്റ് ഒരു പ്രോസസ്സ് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ +2 മാർക്ക് അല്ലെങ്കിൽ ഇപ്പൊ 10th മാർക്കൊക്കെ നമ്മൾ വെക്കുന്നത്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു ഘടകം മാത്രമാണ് മാർക്ക് എന്ന് പറയുന്നത്. നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിനുള്ള ഒരു ഘടകം മാത്രമാണ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കോഴ്സ് അല്ല ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് കരുതി നമ്മൾ അത് ഫോക്കസ് ചെയ്ത് പോകണം എന്നുള്ളതിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പൊ എല്ലാവരും അഡ്മിഷന് വേണ്ടിയിട്ടുള്ള തിടുക്കത്തിലായിരിക്കും. കാരണം ഇപ്പൊ ഡിഗ്രി പ്രോഗ്രാം ചെയ്യുന്നവർ കാണും, ഇതിനിടയിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ്, പാരാമെഡിക്കൽ, അങ്ങനെ ഡിഫറെന്റ് ഡിപ്ലോമ കോഴ്സുകൾ പോകുന്നവർ കാണും. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അത് നിങ്ങൾ ചൂസ് ചെയ്ത് പോവാം. നിങ്ങൾക്കിപ്പോ ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചോ, ഇന്ന കോഴ്സ് ഏതൊക്കെ കോളേജസിൽ അവൈലബിൾ ആണ്, അവിടുത്തെ അഡ്മിഷൻ എങ്ങനെയാണ്, അഡ്മിഷൻ പ്രോസസ്സ് വരുന്നത്, ഫീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ കോളേജ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇനി അധികം വൈകിപ്പിക്കേണ്ട. നിങ്ങൾക്ക് ഏതൊരു കോഴ്സിനെ കുറിച്ച് അറിയാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഭൂമിപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പൊ ശാസ്ത്രപരമായിട്ടുള്ളതോ ഏത് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഏതാണോ നിങ്ങൾക്ക് അതിൽ തിരിഞ്ഞു പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഏത് കോഴ്സിനെ കുറിച്ച് അറിയാനും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഡു കോൺടാക്ട് EBS എഡ്യൂക്കേഷൻ.